സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി മാനസ മനോജ് ചേരുകയാണ്. മാനസ, റെഡ് അലർട്ട് എന്ന് പറയുമ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണോ കാണുന്നത്? തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അടുത്ത 3 മണിക്കൂറിൽ മാത്രം അതായത് അതിശക്തമായ രീതിയിലേക്കുള്ള മഴ ലഭിച്ചേക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ടുമാണ് നിലനിൽക്കുന്നത്. 3 മണിക്കൂർ നേരത്തേക്കുള്ള അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ കൂടിയും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇത്തരത്തിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ട് നൽകിയിരുന്നു. അതിനെ തുടർന്നുണ്ടായ മഴയുടെ തീവ്രത അനുസരിച്ചാണ് അല്പസമയം മുമ്പ് വീണ്ടും മഴ അലർട്ട് പുതുക്കിയ ഒരു സാഹചര്യം നിലകൊള്ളുന്നത്. ഒപ്പം തന്നെ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഉണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ കാറ്റ് ഒപ്പം തന്നെ ഇടിമിന്നൽ ഉള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശവും നൽകുന്നുണ്ട്. ഒപ്പം പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ഈ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ മത്സ്യബന്ധന വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടിയും തീരദേശത്തുള്ളവരും മലയോര മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്. റെഡ് അലർട്ടാണ് വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്.